ഇപ്പൊ എന്റെ അമ്മയോട് ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവന്റെ അമ്മയുടെ കരച്ചിൽ കണ്ടതിനെ അറിഞ്ഞൂലേ അത് കള്ളക്കരച്ചിലാണെന്ന്. ദീപക് നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂട് കൂട്ടിയാലും ഞാൻ നിന്നെ താഴെ ഇറക്കും. അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടിന്ന് പറയരുത്. അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. ഞാൻ എത്ര നീ ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നിന്റെ ഹൃദയത്തിന്റെ അഹന്ത നിന്നെ ചതിച്ചിരിക്കുന്നു. വിളിക്കാൻ അത് എനിക്ക് ഞാനൊക്കെ ഇഷ്ടംപോലെ നന്നായിട്ട് എന്താ പറയാ ഞാന് ഇപ്പൊ വെടിയാണെന്നോ നിങ്ങൾ പറയുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കണം. രാവിലെ നിങ്ങൾ പറയുന്നുണ്ടോ? അല്ല, ആൾക്കാർ പറയുന്നുണ്ട്. കൂടുതൽ അമ്മയുടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയല്ല, എന്റെ അമ്മ എന്നെ എടുത്തിട്ട് അടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ മാത്രം അവിടെ SFI ജയിച്ചുള്ളൂ. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും പഠിക്കുമ്പോൾ അവിടെ KSU ജയിച്ചു. എന്നിട്ട് ഞാൻ ഡിഗ്രിക്ക് BSc ഫിസിക്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ 3rd റാങ്ക് ഹോൾഡർ ആയിരുന്നു. അത് BSc ഫിസിക്സ് അതൊന്ന് ആലോചിക്കണം. അത് ഭയങ്കര അത് എന്റെ വീട്ടിൽ ദിലീപ് ഇപ്പം കുറ്റവിമുക്തനാണെന്നൊക്കെ പറയുന്നു. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ദിലീപിന് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ദിലീപിനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ പണ്ട് ദിലീപിന്റെയും കാവ്യമാധവന്റെയും ഫോട്ടോ ഒട്ടിച്ച് ആൽബം വരെയുള്ള ആളാണ് ഞാൻ. പക്ഷെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഇനിയിപ്പോ ദിലീപ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ അത്രയും ടാലന്റ് ഉള്ള ആ മഞ്ജു വാര്യരെ വീട്ടിലിരുത്തിയില്ലേ?